The Prime Minister says India is one nation, one leader, one language. And the people of Kerala, they speak Malayalam. Malayalam is not just a language. Malayalam is the soul of the people of Kerala. It is how every mother speaks to her child for the first time. It is how every father guides his son to live a life of respect and dignity. It is how every friend talks to his friend when they are struggling together. And to say that there will only be one language in India is to insult the history, the tradition of this state. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നു ഒരു രാജ്യം ഒരു നേതാവ് ഒരു ഭാഷ എന്നുള്ളത്. മലയാളക്കര സംസാരിക്കുന്നത്, കേരളം സംസാരിക്കുന്നത് മലയാളമാണ്. മലയാളം അനേകം ഭാഷകളിൽ ഒന്ന് മാത്രമല്ല, ഓരോ മലയാളിയുടെയും ആത്മാവാണ് മലയാളം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് പെറ്റമ്മ പൊന്നുമക്കളോട് ആദ്യം പറയുന്ന ഭാഷ. അതാണ് മക്കളെ വഴി നടത്തുമ്പോ അച്ഛൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഭാഷ. അതാണ് സങ്കട കടലുകൾ താണ്ടാൻ സൗഹൃദങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്ന ഭാഷ. ആ ഭാഷയെ ഒരു രാഷ്ട്രത്തിൽ ഒരു ഭാഷ എന്ന് മാത്രം പറയുന്നവർ അവരെ ഈ ഭാഷയെയും ഈ സമൂഹത്തെയും അപമാനിക്കുകയാണ് എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. India is like a bouquet of flowers. Different languages, different religions, different traditions, different histories, all of them coming together, supporting each other and making each other more beautiful. മനോഹരമായ ഒരു പൂച്ചെണ്ടാണ് നമ്മുടെ രാജ്യം. അതിൽ പല മതങ്ങൾ ഉണ്ടാകാം, അതിൽ പല സംസ്കാരങ്ങൾ ഉണ്ടാവാം, അതിൽ പല ഭാഷകൾ ഉണ്ടാവാം. അതെല്ലാം ഒന്നിച്ചു ചേരുന്ന സൗന്ദര്യമാണ് ഇന്ത്യ എന്ന രാജ്യമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. It is a pity that the Prime Minister of India does not understand India's nature. അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ ഈ രാജ്യത്തിന്റെ സ്വഭാവ സവിശേഷതകളെയും വൈവിധ്യങ്ങളെയും മനസ്സിലാക്കാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതിൽ എനിക്ക് സഹതാപം തോന്നുന്നു. He does not understand that our multiple languages, multiple traditions, multiple religions are our biggest strength. അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഈ നാടിന്റെ ഭാഷാ വൈവിധ്യങ്ങൾ, ഈ നാടിന്റെ മതങ്ങൾ, ഈ നാടിന്റെ സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങൾ, ഇതെല്ലാം ഈ രാജ്യത്തിന്റെ കരുത്താണ് എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല. He cannot see that from these multiple perspectives comes a beautiful, powerful perspective.